നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. LDF യോഗം ഇന്ന്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള സർക്കാർ നടപടികൾ ഇന്നുണ്ടാകും. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കം ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഘടകകക്ഷികൾക്ക് കടുത്ത അതൃപ്തി. ADGPയോട് മുഖ്യമന്ത്രി മിതൃ സമീപനം തുടരുന്നതിൽ CPM നേതൃത്വത്തിൽ വിയോജിപ്പ്. അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച CPIയും RJDയും. മലപ്പുറത്തെ SP അടക്കം ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ മാറ്റിയത് PV അൻവറും സർക്കാരും തമ്മിലുള്ള ഒത്തുതീർപ്പെന്ന് സംശയം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കുമെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ചരിത്രത്തെ വളച്ചൊടിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS ജനറൽ സെക്രട്ടറി ദത്തോത്രേയ ഹൊസബല്ലയെയും റാം മാധവിനെയും 10 ദിവസത്തെ ഇടവേളയിൽ ADGP കണ്ടത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റിയുടെ രൂപീകരണം നിയമവിരുദ്ധമെന്ന് ആരോപിച്ച ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഹർജിയിൽ പറയുന്നു. പുതിയ ഹർജി ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ തനിക്കെതിരായ ലൈംഗിക ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച നടൻ നിവിൻ പോളി. സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് നടൻ. പരാതികൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘത്തിനെതിരെ പരാതിയുമായി നടി രംഗത്ത്. പോലീസ് സംഘം തന്റെ സ്വകാര്യത നശിപ്പിക്കുന്നുവെന്നും നടി. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിൽ തുടരുന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണെന്ന് CPM നേതാക്കൾ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് NCP ശിവസേന ഉദ്ധവ് സഖ്യം അധികാരത്തിലെത്തുമെന്ന ലോക് പോൾ സർവേ. 288 സീറ്റിൽ സഖ്യം 154 സീറ്റുകൾ വരെ നേടുമെന്ന പ്രവചനം. BJPക്ക് 128 സീറ്റ് വരെ ലഭിക്കാൻ സാധ്യത. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏക്നാഥ് ഷിൻഡെയുടെ ജനപിന്തുണ വർദ്ധിക്കുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറാൻ സാധ്യത. സംഘർഷ സാഹചര്യം തുടരുന്ന മണിപ്പൂരിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. ഇംഫാലിലടക്കം സംഘർഷ സാധ്യത കൂടിയ മേഖലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. 5 ദിവസത്തേക്ക് മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി. അക്രമങ്ങളിൽ 15 പേരോളം കൊല്ലപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ബ്രിട്ടനിൽ നടന്ന കലാപത്തെക്കുറിച്ച് വിപുലമായ അന്വേഷണം വേണമെന്ന ആവശ്യം. വംശീയതയേക്കാൾ സാമ്പത്തിക അസമത്വവും ദാരിദ്ര്യവും കലാപത്തിന് കാരണമായതായും ആരോപണം. സമൂഹ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുവെന്നും ലഹള രാജ്യത്തിന് ഏറെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും വിദഗ്ധർ. രാജ്യത്തിന്റെ പാതി ഡിലിയയിലെ സമുദ്രവേദിയിൽ അണിനിരന്നു. കടുത്ത ചൂടിൽ വീശിയ പേപ്പൽ പതാകകൾ തണുപ്പേകിയ വിശ്വാസവേദിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അവർക്കായി കുർബാന അർപ്പിച്ചു. കിഴക്കൻ തൈമൂർ സന്ദർശനത്തിന്റെ 2ാം നാളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അർപ്പിച്ച കുർബാനയിൽ 13 ലക്ഷം വരുന്ന രാജ്യത്തെ ജനസംഖ്യയിൽ പങ്കെടുത്തത് 6 ലക്ഷം പേർ. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ജനമനസ് പിടിക്കാൻ സംവാദമുഖത്ത് കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും. മുഖാമുഖം വരുന്ന ടെലിവിഷൻ സംവാദത്തിൽ പോരടിച്ച സ്ഥാനാർത്ഥികളായ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും. ജനപ്രീതിയിൽ കമല മുന്നിൽ. സമ്പദ് വ്യവസ്ഥ, കുടിയേറ്റം, ആഗോള പ്രശ്നങ്ങൾ എന്നിവയിലൂന്നി ട്രംപിന്റെ പ്രചരണം. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ തകർത്തുവെന്നും ട്രംപ് വരുത്തിയ വിനകൾ നീക്കുകയാണ് പ്രസിഡന്റ് ജോ ബൈഡനെന്നും കമല ഹാരിസ്. ബൈഡന്റെ ഭരണത്തിൽ അമേരിക്കൻ മധ്യവർഗം തിരിച്ചടി നേരിടുന്നുവെന്നും കമല ജയിച്ചാൽ 2 വർഷത്തിനകം ഇസ്രയേൽ ഇല്ലാതാകുമെന്നും ട്രംപ്. പാരീസ് പാരാലിമ്പിക്സ് ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യക്കാർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച കേന്ദ്ര കായിക മന്ത്രി. സ്വർണ്ണ മെഡൽ നേതാക്കൾക്ക് 75 ലക്ഷം രൂപയും വെള്ളി മെഡൽ നേടിയവർക്ക് 50 ലക്ഷം രൂപയും വെങ്കല നേട്ടക്കാർക്ക് 30 ലക്ഷം രൂപയും പാരിതോഷികം. പാരീസിൽ 7 സ്വർണം ഉൾപ്പെടെ 29 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.